ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ടോക്കിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിമിലർ മെട്രിക്സ്, സിമിലർ മെട്രിക്സ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് സിമിലർ മെട്രിക്സ്, അതായത് ഒരു ട്രാൻസ്ഫോർമേഷനും സിമിലർ മെട്രിക്സും തമ്മിലുള്ള റിലേഷൻ. അതായത് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ എഴുതുമ്പോൾ ഏതൊരു ട്രാൻസ്ഫോർമേഷൻ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെട്രിക്സ് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? മെട്രിക്സ് കണ്ടുപിടിച്ചത് ബേസിസിന്റെ വെച്ചുകൊണ്ടാണ്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ കയ്യിലുണ്ട്. ആ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ആ വെക്ടർ സ്പേസിലെ ബേസിസ് എടുത്തിട്ട് ആ ബേസിസ് എലമെന്റ്സിനെ എങ്ങോട്ട് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതിക്കൊണ്ടിരുന്നത്? ട്രാൻസ്ഫോർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മെട്രിക്സ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ ബേസിസ് ഒരു വെക്ടർ സ്പേസിനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓരോരോ മെട്രിക്സുകൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ മെട്രിക്സുകൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആ കണക്ഷൻ ആണ് ശരിക്കും സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു സിമിലാരിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു നോഷനിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. എന്താണ്? ഈ ട്രാൻസ്ഫോർമേഷന്റെ ബേസിസ്, ഡിസ്റ്റിങ്ക്റ്റ് ബേസിസ് അല്ലെ വ്യത്യസ്തമായ ബേസിസ് എടുക്കുമ്പോൾ ആ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ് ആയിരുന്നു. ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡയഗണലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഒരു ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. അതുപോലെ ഒരു ഇൻവേർട്ടബിൾ മെട്രിക്സ് എസ് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ്, ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ്, ഇങ്ങനെ പറയാൻ പറ്റും. വേറെ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരുന്നു. എസ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എയ്ഗൻ വാല്യൂസ് ആണെന്നും എസിന്റെ കോളംസ് എന്ന് പറയുന്നത് ആ ഓരോ എയ്ഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടേഴ്സും ആണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇതുപോലെ ഞാൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 0 0 3 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് 1 0 0 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. ഇതൊരു ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ്. ഓക്കെ, ഇതൊരു ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ്. അപ്പൊ ഇതുപോലെ ഇതിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഏതൊരു മെട്രിക്സ് എടുത്തിട്ട് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് ഈസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ഐഡിയ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു. ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു, ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് എടുക്കുന്നു. ആൻഡ് ബി ഈസ് സെഡ് ടു ബി സിമിലർ ടു എ. എ ആൻഡ് ബി ആർ സിമിലർ matrices if there exists an invertible matrix, M such that B equal to M inverse AM, B is equal to M inverse AM. ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നമ്മൾ പറയുന്നതാണ് എയും ബിയും സിമിലർ എന്ന് പറയും. എ ആൻഡ് ബി ആർ സെഡ് ടു ബി സിമിലർ ഇഫ് ദർ എക്സിസ്റ്റ് ആൻ ഇൻവേർട്ടബിൾ മെട്രിക്സ് എം സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ എം. എം ഇൻവേഴ്സ് ഇവിടെ നോക്കിയ ഡയഗണൽ മെട്രിക്സ് ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ്. അതുപോലെ ബിയും എയും സിമിലർ ആവണമെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഇൻവേർട്ടബിൾ മെട്രിക്സ് എം സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ എം. സോ ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ഡയഗണൽ മെട്രിക്സിനെ, ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനെ നമുക്ക് വേണേൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. ഇഫ് എ ഈസ് ഡയഗണലൈസബിൾ ഇഫ് എ ഈസ് സിമിലർ ടു സം ഡയഗണൽ മെട്രിക്സ്. എ ഈസ് ഡയഗണലൈസബിൾ ദെൻ എ ഈസ് സിമിലർ ടു സം ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഈ സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു
കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡയഗണലൈസേഷനെ ഒന്നും കൂടെ ഒന്ന് റീഡിഫൈൻ ചെയ്യാം. എങ്ങനെയാ? എ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി ഡയഗണലൈസബിൾ ഇഫ് എ ഈസ് സിമിലർ ടു സം ഡയഗണൽ മെട്രിക്സ്. ഇഫ് എ ഈസ് സിമിലർ ടു സം ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഇവിടെ ഞാൻ ഏത് മെട്രിക്സ് എം എടുത്തു കഴിഞ്ഞാൽ എ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഏതൊരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് എയുടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോരോ പുതിയ പുതിയ മെട്രിക്സ് കിട്ടിക്കൊണ്ടിരിക്കും. ആ മെട്രിക്സുകളെല്ലാം എന്തുമായിട്ട് എയുമായിട്ട് സിമിലർ ആയിട്ടുള്ള മെട്രിക്സുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് എടുക്കുന്നു. സെറ്റ് ഓഫ് ഓൾ എം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ആണ്. അപ്പൊ ഇതിനകത്ത് സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു റിലേഷൻ, രണ്ട് മെട്രിക്സ് സിമിലർ ആവണമെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ, ആ സിമിലാരിറ്റി എന്ന് പറയുന്ന റിലേഷൻ എടുക്കുന്നു. ഈ സെറ്റിനകത്തുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന റിലേഷൻ എന്ന് പറയുന്ന ഏതാണ്? സിമിലാരിറ്റി എന്ന് പറയുന്ന റിലേഷൻ. അപ്പൊ എനിക്കൊരു സെറ്റ് ഉണ്ട്, അതിനകത്ത് ഒരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണ് ആ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാനത് റിഫ്ലെക്സീവ് ആണോ നോക്കാൻ പോവാം. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, അതായത് ഏതൊരു മെട്രിക്സ് എ എടുത്തു കഴിഞ്ഞാലും അതിനെ എനിക്ക് എന്ത് എഴുതാം? എ ഈസ് ഈക്വൽ ടു ഐ എ ഐ എന്ന് എഴുതാം. ഐ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ എവരി മെട്രിക്സ് ഈസ് സിമിലർ ടു ഇറ്റ്സെൽഫ്. എവരി മെട്രിക്സ് ഈസ് സിമിലർ ടു ഇറ്റ്സെൽഫ്. എല്ലാ മെട്രിക്സും അതിനോട് തന്നെ എന്താണ്? സിമിലർ ആണ്. സോ അവർ റിലേഷൻ ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്മട്രി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, സിമ്മട്രി ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ സിമ്മട്രി ഉണ്ടോ എന്നറിയാനെ കൊണ്ട് നമുക്ക് എന്താ? എയും ബിയും സിമിലർ ആണെന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് എ ആൻഡ് ബി ആർ സിമിലർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എം ഇൻവേഴ്സ് എ എം എന്ന് എഴുതാം. ഇതിൽ നിന്ന് എനിക്ക് എന്തെഴുതാം? എം കൊണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എം ബി ഈക്വൽ ടു എ എം എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് എം ബി എം ഇൻവേഴ്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റി. സച്ച് എ വേ ദാറ്റ് ഇവിടെ ഈ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് എടുക്കുമ്പോൾ എം ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എം ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ബി എം ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്ന് എഴുതാം. എന്നിട്ട് എം ഇൻവേഴ്സിനെ ഒരു എം വൺ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എം വൺ ഇൻവേഴ്സ് ബി എം വൺ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ എന്ന് എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ എന്താന്ന് പറയാം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ബി ആർ സിമിലർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി എന്ത് പറയാം? ബി ആൻഡ് എ ആർ എന്തെന്ന് പറയാം? സിമിലർ എന്ന് പറയാം. സോ നമ്മുടെ ഈ റിലേഷൻ എന്തൊക്കെയായി? റിഫ്ലെക്സീവായി, സിമ്മട്രിക് ആയി. ഇനി നമ്മുടെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനെ കൊണ്ട് സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യാം എ ആൻഡ് ബി ആർ സിമിലർ ആൻഡ് ബി ആൻഡ് സി ആർ സിമിലർ. എയും ബിയും അതുപോലെ ബിയും സിയും സിമിലർ ആണ്. എയും ബിയും സിമിലർ ആണ്. ബി ക്യാൻ ബി റിട്ടേൺ ആസ് സം എം വൺ ഇൻവേഴ്സ് എ എം വൺ. ബിയും സിയും സിമിലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബി ഈസ് ഈക്വൽ ടു സം ബി ക്യാൻ ബി റിട്ടേൺ ആസ് സം എം ടു ഇൻവേഴ്സ് സി M2. B can be written as some M2 inverse CM2. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ എയും ബിയും സിമിലർ ആണ്, ബിയും എയും സിമിലർ ആണ്. സോ ഞാൻ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എഴുതുന്നതിന് പകരം എ ഈസ് ഈക്വൽ ടു എം വൺ ഇൻവേഴ്സ് ബി എം വൺ എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ബിക്ക് വേറെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓക്കെ എന്താ സംഭവിക്കുക? എം വൺ ഇൻവേഴ്സ് ബി ഈസ് എം ടു ഇൻവേഴ്സ് സി M2 M1. Okay, so this can be written as നമുക്കറിയാം AB the whole inverse equal to B inverse into A inverse ആണ്. So M2 M1 the whole inverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് എഴുതാം? M1 inverse into M2 inverse. അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ടിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? M2 M1 inverse C M2 M1.
സോ M2 M1 M1 M2 ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ M1 ഇൻറ്റു M2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മുടെ ഈ റിലേഷൻ എന്ത് കിട്ടി? ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് എന്താ ട്രാൻസിറ്റീവ് ആവാൻ കാര്യം? ഇവിടെ എയും സിയും സിമിലർ ആയി. എ ആൻഡ് സി ആർ സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷനായി? ട്രാൻസിറ്റീവ് റിലേഷനായി. സോ എന്ത് പറയാം? നമ്മുടെ എം എന്ന് പറയുന്ന റിലേഷൻ, എം എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ മെട്രിക്സിനകത്ത് സിമിലാരിറ്റി എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തപ്പോഴത്തേക്ക് ആ സിമിലാരിറ്റി എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവായി, സിമ്മട്രിക് ആയി, ട്രാൻസിറ്റീവായി. സോ നമുക്ക് എന്ത് പറയാം? സിമിലാരിറ്റി ഓഫ് മെട്രീസസ് ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. സിമിലാരിറ്റി എന്ന് പറയുന്ന, സിമിലാരിറ്റി ഓഫ് മെട്രീസസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. സിമിലാരിറ്റി ഓഫ് മെട്രീസസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന സിമിലർ രണ്ട് മെട്രിക്സുകൾ നമ്മൾ സിമിലർ ആണെന്ന് വെക്കുക. അപ്പൊ രണ്ട് മെട്രിക്സ് സിമിലർ ആണെങ്കിൽ അതിനകത്ത് ആ മെട്രിക്സുകളുടെ ഈഗൻ വാല്യൂസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് മെട്രിക്സ് സിമിലർ ആണെങ്കിൽ ആ മെട്രിക്സിന് ഈഗൻ വാല്യൂസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പൊ സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യുക, സപ്പോസ് എ ആൻഡ് ബി ആർ സിമിലർ മെട്രീസസ്. രണ്ട് സിമിലർ മെട്രീസസ് ആണെന്ന് വെച്ചോളുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എയും ബിയും സിമിലർ മെട്രിക്സ് ആണ്. ബി ക്യാൻ ബി റിട്ടൺ ആസ് എം ഇൻവേഴ്സ് എ എം. അപ്പോൾ ഞാൻ എയുടെ ഒരു ഈഗൻ വാല്യൂ എടുക്കുന്നു. ആ ഈഗൻ വാല്യൂ ബിക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് സപ്പോസ് ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും? എ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? ലാംഡ എക്സ് എന്ന് പറയാം. ഇഫ് എ ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ ആണെങ്കിൽ നമുക്ക് എ ലാംഡ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഈഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ആ വെക്ടർ ആണ് എക്സ് എന്ന് പറയുന്നത്. സോ എ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? ലാംഡ എക്സ് എന്ന് പറയാം. എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയാം. ഇനി ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? എ ഈസ് ഈക്വൽ ടു എം ബി എം ഇൻവേഴ്സ് എന്ന് പറയാം. ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കുകയാണ്. എ ഈക്വൽ ടു എം ബി എം ഇൻവേഴ്സ്. അതിവിടെ എക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? എം ബി എം ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എം ബി എം ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. അപ്പൊ നമുക്ക് ബിയുടെ ഈഗൻ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബി ഇൻറ്റു സം ഈഗൻ വെക്ടർ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഈഗൻ വെക്ടർ അല്ലെ. ബിയുടെ ഒരു ഈഗൻ വെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ബി വൈ ഈക്വൽ ടു സം ലാംഡ ഇൻറ്റു വൈ ഫോമിൽ വേണം. സോ അതിനായിട്ട് ഞാൻ ഈ എമ്മിനെ മാറ്റണം. എമ്മിനെ മാറ്റാൻ എം ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ത്രൂ ഔട്ട് ആയിട്ട്. ബി എം ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എം ഇൻവേഴ്സ് ലാംഡ എക്സ്. ലാംഡ സ്കെയിലാർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ ഇൻറ്റു എം ഇൻവേഴ്സ് എക്സ്. സോ ബി എം ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എം ഇൻവേഴ്സ് എക്സ്. സോ ഞാൻ ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ എന്തെഴുതാം? ബി വൈ ഈക്വൽ ടു ലാംഡ വൈ. സോ നമുക്ക് എന്ത് പറയാം? therefore ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് ബി associated with the eigen vector y equal to m inverse x. m inverse x എന്ന് പറയുന്ന ഈഗൻ വെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഈഗൻ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ലാംഡ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? നമുക്ക് ഈ ഒരു ഡിസ്കഷൻ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? if b is equal to m inverse am, അതായത് b is similar to a എന്നാണ് ഉദ്ദേശിച്ചത്, then a and b have same eigenvalues
same eigenvalues and every eigenvector x of A corresponds to an eigenvector m inverse x of B. അപ്പോൾ എയും ബിയും സിമിലർ ആണ്, they have same eigen values. എയും ബിയും സിമിലർ ആണ്. അവിടെ എടുക്കുന്ന ഇൻവേർട്ടിബിൾ മെട്രിക്സ് എം ആണെന്നുണ്ടെങ്കിൽ എക്സ് എയുടെ ഒരു eigen വെക്ടർ ആണ് എക്സ് എന്നുണ്ടെങ്കിൽ എം ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ബിയുടെ ഒരു eigen വെക്ടർ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ സെയിം eigen വാല്യൂ ഓഫ് എ. സോ ഇതിൽ നിന്ന്, ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് രണ്ട് നോട്ട്സ് പറയാം. നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഓൾ eigen values ആണ്. സം ഓഫ് ഓൾ eigen valuesനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രേസ് എന്ന് വിളിക്കുന്നത്. സം ഓഫ് ഓൾ eigen values ആണ് ട്രേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സം ഓഫ് ഓൾ eigen values ഓഫ് എ, that is same as sum of all eigenvalues of B. ശരിയല്ലേ? അതായത് എയും ബിയും സിമിലർ ആണ്, എയുടെ എല്ലാ eigen വാല്യൂയും ബിയുടെ eigen values ആയിരിക്കും. സോ eigen values ഓഫ് എ എന്ന് പറഞ്ഞാൽ that is equal to എന്തെന്ന് പറയാൻ? ട്രേസ് ഓഫ് ബി. അപ്പോൾ നമുക്ക് അടുത്ത റിസൾട്ട്, ഈ ഒരു റിസൾട്ടിൽ നിന്ന് കോൺസിക്വൻസ് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് അടുത്തൊരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ സിമിലർ, then trace of A equal to trace of B. എയും ബിയും സിമിലർ ആണെങ്കിൽ എയുടെ ട്രേസും ബിയുടെ ട്രേസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? പ്രോഡക്റ്റ് ഓഫ് eigen values ഓഫ് എയുടെ eigen valuesന്റെ പ്രോഡക്റ്റ് ആണ് ഡിറ്റർമിനന്റ്. ഇവിടെ നമുക്ക് എന്ത് പറയാം? പ്രോഡക്റ്റ് ഓഫ് eigen values ഓഫ് ബി. എയുടെയും ബിയുടെയും സെയിം eigen values, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ബി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് if A and B are similar, then determinant of A equal to determinant of B. Determinant of A equal to എന്തെന്ന് പറയാം? ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സിമിലർ മെട്രിക്സ് എന്ന് പറയുന്നത്, ഒരു എയും ബിയും സിമിലർ എന്ന് പറയുന്നത് എപ്പോഴാണ്? എ ആൻഡ് ബി ആർ സെഡ് ടു ബി സിമിലർ ഇഫ് ബി ഈസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് എ ബി. If A and B are similar, then they have same eigenvalues and so they have same determinant and they have same trace. Two matrices are similar, then they have same determinant and they have same trace. Traceും ഡിറ്റർമിനന്റും എന്തായിരിക്കും? ആ സിമിലർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ട്രേസും ഡിറ്റർമിനന്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിസ്റ്റിങ്ക്റ്റ് ബേസിസ് എടുക്കുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മെട്രിക്സിൻ്റെ എന്താ പ്രത്യേകത എന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ എടുക്കുവാണ്. ടി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, ടി ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം അവർ വെക്ടർ സ്പേസ് R2 to R2. R2വിൽ നിന്ന് R2ലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. R2 മീൻസ് ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് R, യൂഷ്വൽ XY പ്ലെയിൻ വിത്ത് T of XY ഈസ് ഈക്വൽ ടു x0. x0 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് B1 എന്ന് പറയുന്ന ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് 1 0യും 0 1 ആണ്. യൂഷ്വൽ ബേസിസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് B1. B1 അസോസിയേറ്റ്
ചെയ്തേക്കുന്ന മെട്രിക്സ് ഓഫ് ടി അസോസിയേറ്റഡ് വിത്ത് ബി. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് വേണം? ടി ഓഫ് 10 വേണം. ടി ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. അതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബേസിസിന്റെ സ്പാൻ ആയിട്ട് എഴുതണം. സോ 1 into 10 plus 0 into 0 1. ആൻഡ് ഓൾസോ ടി ഓഫ് 0 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് കോർഡിനേറ്റ് അതുപോലെ മറ്റേ കോർഡിനേറ്റ് 0. സോ 0 0 0 into 10 plus 0 into 0 1. സോ നമുക്ക് ആ മെട്രിക്സ്, ഞാൻ ആ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി എന്ന് പറയുന്ന നമുക്ക് ആ മെട്രിക്സ് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് ആ മെട്രിക്സിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ മെട്രിക്സ് എ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ഇത് കോളമായിട്ട് എഴുതണം. സോ 1 0 0 0 ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് അതാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അടുത്തൊരു ബേസിസ് ഞാൻ എടുക്കുന്നു. സോ ഞാൻ അടുത്ത ബേസിസ് ആയിട്ട് എടുക്കുന്നത് B2 എന്ന് പറയുന്നത് B2 ഈക്വൽ ടു ആ ബേസിസ് എലമെന്റ്സ് എന്ന് പറയുന്നത് 1 0 1 1 ആണ് ബേസിസ് എലമെന്റ്സ് ആയിട്ട്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. സോ ഞാൻ ടി ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് അതുപോലെ എഴുതാം, വൈ കോർഡിനേറ്റ് 0 ആയിട്ട് എഴുതാം. സോ 1 into 1 0 plus 0 into 0 1. സോ സോറി, നമ്മുടെ ബേസിസ് എലമെന്റ്സ് വ്യത്യാസമുണ്ട്. സോ 0 into 1 1 ആണ് അവിടെ വരിക. ഓക്കെ, ആൻഡ് ടി ഓഫ് 1 1 ഈസ് ഈക്വൽ ടു എന്താ സംഭവിക്കുക? 1 0. സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1 into 1 0 plus 0 into 1 1. നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ ബേസിസ് എലമെന്റ്സിന്റെ ഈ ആൻസർ കിട്ടിയതിനെ ബേസിസ് എലമെന്റ്സിന്റെ സ്പാൻ ആയിട്ട് എഴുതും. അപ്പൊ അവിടെ കിട്ടുന്ന മെട്രിക്സ് ബി എന്ന് പറയുന്നത് എന്താ? ആദ്യത്തേനെ കോളം ആയിട്ട് എഴുതാം 1 0, അടുത്തതിനെ കോളം ആയിട്ട് എഴുതാം 1 0. അപ്പൊ നമുക്ക് എയും ബിയും എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ എനിക്ക് കിട്ടി. എയും ബിയും എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ എനിക്ക് കിട്ടി. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? ഈ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ഓഫ് ടി അസോസിയേറ്റഡ് വിത്ത് ദ ബേസിസ് B2. B2 എന്ന് പറയുന്ന ബേസിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു മെട്രിക്സ് ആണ് ഇത്. ഇനി ഞാൻ പുതിയതായിട്ട് ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോവാം. എം എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോവാം. ടു ഫൈൻഡ് ദ മെട്രിക്സ് എം എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. അത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാണ് എം എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. അതിനായിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ബേസിസ് എലമെന്റ്സ് എടുക്കുന്നു 1 0. അതിനെ ഞാൻ B2 എലമെന്റ്സ് കൊണ്ട് സ്പാൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നത്? B1 എലമെന്റ്സിനെ B2 കൊണ്ട് സ്പാൻ ചെയ്യും. B1 എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ B1 എന്ന് പറയുന്ന ബേസിസിലെ എലമെന്റ്സിനെ B2 എന്ന് പറയുന്ന ബേസിസ് എലമെന്റ്സ് കൊണ്ട് സ്പാൻ ചെയ്യുന്നു. അപ്പൊ 1 0 എന്ന് പറയുന്നതിന് എനിക്ക് ഇങ്ങനെ 1 into 1 0 plus 0 into 1 1. B1 എന്ന് പറയുന്ന ബേസിസ് എന്ന് പറയുന്നത് 1 0 0 1 ആയിരുന്നു. B2 എന്ന് പറയുന്ന ബേസിസ് എന്ന് പറയുന്നത് 1 0 1 1 ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? B1 എലമെന്റിനെ B2 കൊണ്ട് സ്പാൻ ചെയ്തു. സോ B1 എലമെന്റ് ഇതാണ്. ഇനി 0 1 0 1 നമുക്ക് എങ്ങനെ സ്പാൻ ചെയ്യാം? 0 1 നമുക്ക് 1 0 പ്ലസ് സംതിങ് ഇൻറ്റു 1 0 പ്ലസ് 1 1 എന്നാണ് വരേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ഇവിടെ ഒരു -1 ഇൻറ്റു ചെയ്താൽ പോരെ. -1 ഇത് 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവുമല്ലോ. സോ നമുക്ക് ഇങ്ങനെ എഴുതി. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എം എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? എം മെട്രിക്സ് കണ്ടുപിടിക്കാൻ B1 ബേസിസ് എലമെന്റ്സിനെ B2 കൊണ്ട് എന്ത് ചെയ്തു? സ്പാൻ ചെയ്തു. അപ്പൊ കിട്ടുന്ന മെട്രിക്സിനെ ഇങ്ങനെ എഴുതി നമ്മൾ മുന്നേ എഴുതിയ പോലെ തന്നെ ഇത് കോളമായിട്ട് എഴുതുന്നു. സോ 1 0 -1 1 ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്? എം എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്ന മെട്രിക്സ്. അങ്ങനെയാണ് എം ഇൻവേഴ്സ് എന്താ വരിക? എം ഇൻവേഴ്സ് ഈക്വൽ ടു ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എം എന്ന് പറയുന്നത് എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് എം എന്ന് പറയുന്നത് 1 ആണ്. 1 into 1 1 ആണ്. അപ്പൊ എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? 1 by ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു
എന്താ നമ്മുടെ കൊഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇവിടെ 2x2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാം. 1 1 1 1 ഇന്റർചേഞ്ച്. ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ മാറ്റുക. ഓഫ് ഡയഗണൽ എലമെന്റ്സ് 1 എന്നുള്ള അപ്പൊ എന്ത് വരും? -1 എന്നുള്ള 1 വരും. 0യുടെ സൈൻ മാറ്റുക 0 തന്നെ. ഇതേ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ എഴുതിയ പോലെ B2വിന്റെ എലമെന്റ്. അപ്പോൾ നമുക്കിവിടെ എമ്മും എം ഇൻവേഴ്സും കിട്ടി. ഇനി ഞാൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എം ഇൻവേഴ്സ് എം ഇൻവേഴ്സ് കമ്പ്യൂട്ട് ചെയ്യാം. എം ഇൻവേഴ്സ്. വട്ട് ഈസ് എം? എം ഈസ് 1 -1 0 1 ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? എ എന്ന് പറയുന്ന മെട്രിക്സ് 1 0 0 0 ആയിരുന്നു. സോ 1 0 0 0 ഇൻറ്റു വട്ട് ഈസ് എം ഇൻവേഴ്സ് 1 1 0 1. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് എൻട്രി 1 0 0 0 ഇൻറ്റു 1 1 0 1 that is equal to 1. First entry 1, second entry 1 0 0 1. ഇതെന്ന് പറയുന്നത് ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ മെട്രിക്സ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ബി. അപ്പൊ എന്താ സംഭവിച്ചത്? എം എ എം ഇൻവേഴ്സ് ഈക്വൽ ടു ബി, ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ബി ഈസ് ഈക്വൽ ടു എം. എന്താ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ബി ആൻഡ് എ ആർ സിമിലർ മെട്രിസസ്. സോ നമ്മൾ എന്താ ചെയ്തേ? ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്തു. ട്രാൻസ്ഫോർമേഷനുമായിട്ടുള്ള മെട്രിക്സ് രണ്ട് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് കണ്ടുപിടിച്ചു. വി ക്യാൻ ഷോ ദാറ്റ് ദീസ് ടു മെട്രിസസ് ആർ സിമിലർ മെട്രിസസ്. ഈ രണ്ട് മെട്രിക്സ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? സിമിലർ മെട്രിസസുകളാണെന്ന് പറയാൻ പറ്റും. അത് എങ്ങനെ? ഈ ഒരു കോമ്പിനേഷൻ എടുക്കാനുള്ള കാര്യം, ബി എന്ന് പറയുന്നത് B1നെ B1ലേക്ക് B2വിനെ B2വിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. B2 എന്ന് പറയുന്ന ബേസിസിനെ B2 എന്ന് പറയുന്ന ബേസിസിലേക്ക്. അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? B2വിനെ B1ലേക്ക് കൊണ്ടുപോകണം. B2വിനെ B1ലേക്ക് കൊണ്ടുപോകണം. അതാണ് നമ്മൾ എന്ത് മെട്രിക്സ് ചെയ്യുന്നത്? എന്ത് മെട്രിക്സ്? B2വിനെ M എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? B1ലേക്ക് B2 എന്ന് പറയുന്നതിനെ B1ലേക്ക് കൊണ്ടുപോകുന്നു. ഇനി എ എന്ന് പറയുന്നത് എന്ത്? B1നെ B1ലേക്ക് കൊണ്ടുപോകുന്നു. ഇനി എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? B1നെ എന്തിലേക്ക് കൊണ്ടുപോകുന്നു? B2വിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നത്. സോ നമ്മൾ ഇവിടെ ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ടി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ രണ്ട് ബേസിസ് എടുത്തു. B1 എന്ന് പറയുന്ന ഒരു ബേസിസും B2 എന്ന് പറയുന്ന ഒരു ബേസിസും എടുത്തു. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ മെട്രിക്സ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്തു? B1നെ B2വിന്റെ എലമെന്റ്സ് കൊണ്ട് സ്പാൻ ചെയ്തു. B1നെ B2വിന്റെ എലമെന്റ്സ് കൊണ്ട് സ്പാൻ ചെയ്തു. അപ്പോ കിട്ടിയ മെട്രിക്സ് ആണ് എം എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയ മെട്രിക്സ് സാധാരണ നമ്മൾ എ എഴുതിയത് എങ്ങനെയാണോ അതുപോലെ എഴുതി. B1ലെ എലമെന്റ്സിനെ B2 കൊണ്ട് സ്പാൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടും? ബി ആണെന്ന് കിട്ടും. എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടും? ബി ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? എയും ബിയും സിമിലർ ആണെന്ന് കിട്ടും. അപ്പൊ എം എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? B1 എന്ന് പറയുന്ന ബേസിസ് എലമെന്റ്സിനെ B2വിലേക്ക് കൊണ്ടുപോകുന്ന B1ലെ ബേസിസ് എലമെന്റിനെ B2 കൊണ്ട് സ്പാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ഏതെന്ന് പറയുന്നത്? എം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതൊരു ട്രാൻസ്ഫോർമേഷൻ എടുത്താലും ആ ട്രാൻസ്ഫോർമേഷന് എത്ര ബേസിസ് എലമെന്റ്സ്, ഏത് ബേസിസ് എലമെന്റ്സ് കൊണ്ട് വേണമെങ്കിലും ഏത് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ മെട്രിക്സുകളെല്ലാം തന്നെ എന്താണെന്ന് പറയാൻ പറ്റും? സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊരു ഇതൊരു റിസൾട്ട് ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. സിമിലർ മെട്രിക്സ് represents same linear transformations
സെയിം ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഡിഫറെന്റ് ബേസിസ് മാറുന്നതനുസരിച്ച് മെട്രിക്സ് മാറും. പക്ഷെ എന്ത് സംഭവിക്കത്തില്ല, അങ്ങനെ മെട്രിക്സ് മാറിയാലും എന്ത് സംഭവിക്കത്തില്ല, ഈ സിമിലർ മെട്രിക്സ് ആയിട്ടായിരിക്കും നമുക്ക് ആ മെട്രിക്സുകൾ കിട്ടുക. ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ആ ട്രാൻസ്ഫോർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു മെട്രിക്സ് കണ്ടുപിടിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എ ബേസിസ് B1 ആൻഡ് അനദർ ബേസിസ് B2 ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അടുത്തൊരു മെട്രിക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് മെട്രിക്സുകളും എന്താണെന്ന് പറയാൻ പറ്റും, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലെ സിമിലർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്ത് ഡിഫറെന്റ് ബേസിസിൽ അതിന്റെ മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ ആ മെട്രിക്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്.